ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രുചിരിസ. ഇന്ന് നമുക്ക് സോയാ ചങ്ക്സ് കൊണ്ടൊരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കാം. അതൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സോയ കൊണ്ട് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനാണെങ്കിലും നമ്മൾ ഈ ഒരു സോയാ ബോൾസ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം സോയ ബോൾസ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പിട്ടിട്ട് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ 1 കപ്പ് സോയ ബോൾസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയ ബോൾസാണ് എടുക്കുന്നത്. വലിയത് വേണമെന്നുണ്ടെങ്കിൽ വലുതെടുക്കാം, പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് ചെറുതിനായിരിക്കും. കാരണം ഇതിൻ്റെ മസാല എല്ലാം ഉള്ളിൽ നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ ചെറിയ സോയ ബോൾസ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഊറ്റി പിഴിഞ്ഞെടുക്കണം. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് വേവിക്കുന്നില്ല, ആ ചൂടിലിരുന്ന് തന്നെ വെന്തോളും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ചൂടുവെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം കൈകൊണ്ട് നല്ലോണം തിരുമ്മി പിഴിഞ്ഞ് ഇതിൻ്റെ ഈർപ്പം മുഴുവനായിട്ടും എടുത്ത് കളയുക. അപ്പോൾ ഇതിൻ്റെ വെള്ളം മുഴുവൻ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം എത്രത്തോളം പിഴിഞ്ഞ് കളയാമോ അത്രത്തോളം കളയുക. കാരണം ഇതിൻ്റെ വെള്ളം മുഴുവൻ പോയാലാണ് ഇതിൻ്റെ ഉള്ളിൽ മസാല എല്ലാം നല്ലോണം പിടിച്ച് നല്ലൊരു കോട്ടിങ് കിട്ടുക. ഇനി നമുക്ക് ഇതിനുള്ളൊരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി. കശ്മീരി ചില്ലി അല്ല, സാധാരണ മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു അധികം വെള്ളമായി ഇല്ലാത്ത 1 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഒട്ടും പുളിയില്ലാത്ത തൈരായിരിക്കണം എടുക്കേണ്ടത്. പുളിയുള്ള തൈര് ഒരു കാരണവശാലും എടുക്കരുത്, ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമ്മളുടെ ആ ഒരു മസാല മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയ ബോൾസ് ചേർത്ത് കൊടുക്കാം. സോയ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ മുഴുവനും കൂടെ ഒരുമിച്ച് ചേർക്കണ്ട, കാരണം നമ്മളുടെ സോയയിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്നുള്ളതിനനുസരിച്ചിരിക്കും നമുക്കിതിന് എത്ര കോട്ടിങ് വേണം എന്നുള്ളത്. അപ്പോൾ 1/4 കപ്പ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് ഇത് നല്ലോണം കോട്ടായി വരുന്നിടത്തോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ടും പിഴിഞ്ഞ് കളഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചേർത്തേക്കുന്ന തൈരിൽ ഈർപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊടി ചേർക്കേണ്ടി വരും. അപ്പോൾ അത് ചേർക്കുന്നതിനനുസരിച്ച് നോക്കി പാകത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി നമുക്കിത് വറുത്തെടുക്കാം. ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല. ഒരു പരന്ന പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ നമ്മൾ വറുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ്. ഇതുപോലെ നമ്മൾ കുറച്ചധികം സോയ റെഡിയാക്കി ഫ്രൈ ചെയ്ത് വയ്ക്കുകയാണ്, ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ആഴ്ച 2 ആഴ്ച വരെയൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞു വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന കോട്ടിങ് മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി വരുന്നതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് അധികമായിട്ടുള്ള എണ്ണയൊക്കെ മാറി കിട്ടും. ഇതുപോലെ തന്നെ മുഴുവനും വറുത്തെടുക്കുക. ഇത് നല്ലവണ്ണം ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്കിതൊരു സ്നാക്ക് പോലെയും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സോയ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സോയ ബോൾസാണ് ഇത് വറുത്ത് കഴിഞ്ഞപ്പോൾ. പക്ഷേ ഔട്ടർ കോട്ടിങ് നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സവാളയാണ്. സവാള ഇതുപോലെ ഒരു സവാള ഞാൻ ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ഇതളുകളെല്ലാം അടർത്തിയെടുക്കുക. ഏറ്റവും ഉള്ളിലത്തെ ലെയർ എടുക്കണ്ട. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി ക്യാപ്സിക്കം, അതും ഇതുപോലെ തന്നെ സ്ക്വയർ പീസായിട്ട് മുറിച്ചെടുക്കുക. 6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇനി നമുക്ക് കറി തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി വയ്ക്കുക, കട്ടയില്ലാതെ. നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങും. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ഒരു 10 സെക്കൻഡ് വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നമ്മളിത് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ നോക്കുക. കാരണം ഇതൊരിക്കലും വെന്ത് പോകരുത്. ആ ഒരു ക്രിസ്പിനെസ് നമ്മൾ ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസിനും ഉണ്ടാവണം. അപ്പോൾ ഇത് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ, അത് വെന്ത് പോകാൻ പാടില്ല. വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മാവിലും നമ്മളെ സോയയിലും ഉപ്പ് ചേർത്തതാണ്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടീസ്പൂൺ സോയ സോസും ചേർത്ത് കൊടുക്കാം. സോയ സോസ് അധികം ആവരുത്, ടേസ്റ്റ് വ്യത്യാസം വരും. സോയ സോസ് അല്പം മാത്രം ചേർത്താൽ മതി. ടൊമാറ്റോ സോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒരല്പം കൂടി ചേർക്കാം. ഇനി നമ്മൾ മുന്നേ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സോയയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് സോയ ബോൾസിലേക്ക് പിടിച്ച് വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇതിന് മുകളിലേക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും കുറുകി വരും, അതുകൊണ്ട് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പാകത്തിന് വെള്ളം ചേർത്തെടുക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയോ ഫ്രൈഡ് റൈസിൻ്റെയോ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. സാധാരണ സോയ നമ്മൾ മസാലയൊക്കെ ചേർത്ത് വയ്ക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.